നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഒരു 3 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചേറെ തിരക്കായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ക്ലീൻ ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്കൊരു ക്രീമിൻ്റെ ടെക്സ്ചറിലോ അല്ലെങ്കിൽ ഒരു സെറത്തിൻ്റെ ടെക്സ്ചറിലോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. വാഷ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പൊക്കോളും. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ 1 സ്പൂൺ ഗ്ലിസറിനാണ് എടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്ന പച്ചമഞ്ഞളാണ് കേട്ടോ. അപ്പം ഞാൻ 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്യാരറ്റാണ്. ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. അപ്പം ഞാൻ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 1 സ്പൂൺ ജ്യൂസാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ ക്യാരറ്റ് ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. 1 സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മൾ 1 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് വേണം, ക്രീമി ടെക്സ്ചറിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അടുത്തായിട്ട് ആൽമണ്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഇല്ല എങ്കിൽ ഇതിന് പകരം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 സ്പൂൺ ആൽമണ്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമുക്കിത് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട്, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെറത്തിൻ്റെ കൺസിസ്റ്റൻസിലോ അല്ലെങ്കിൽ തിക്ക് ക്രീമി ടെക്സ്ചറിലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാം. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ടും ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യേണ്ടത് രാത്രിയിലാണ്. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം കഴുകേണ്ട കാര്യമില്ല. വാഷ് ചെയ്യാതെ തന്നെ കിടന്നുറങ്ങാം. ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇനി ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ 30-35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സ്കിന്നിലെ ചുളികൾ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പൊക്കോളും. അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.